അടിമയാക്കി മയക്കുമരുന്നാൽ വീണു വിടുതൽ പ്രാപിക്കൂ, വിജയം നേടൂ. അനാംസിലേക്കു വരൂ, വിടുതൽ പ്രാപിച്ചിടൂ നീ, യേശുവിൻ കൂടെയുള്ള വിടുതൽ. മദ്യം അടിമയാക്കി മയക്കുമരുന്നാൽ വീണു വിടുതൽ പ്രാപിക്കൂ, വിജയം നേടൂ. അനാംസിലേക്കു വരൂ, വിടുതൽ പ്രാപിച്ചിടൂ നീ, യേശുവിൻ കൂടെയുള്ള വിടുതൽ. നിറം നോക്കി പോയിടിലതു നിന്നെ നിറമില്ലാത്തവനാക്കി തീർത്തിടുമത്. മദ്യത്തിൻ നിറം നോക്കി പോയിടിലതു നിന്നെ നിറമില്ലാത്തവനാക്കി തീർത്തിടുമത്. പാപത്തിൻ രക്തത്തിൽ തള്ളിയിടുമതു നിന്നെ, പരലോകരാജ്യം നിനക്കന്യമാക്കിയിടും. പാപത്തിൻ രക്തത്തിൽ തള്ളിയിടുമതു നിന്നെ, പരലോകരാജ്യം നിനക്കന്യമാക്കിയിടും. ദേവാലയത്തിൽ നിന്നും പ്രാദേശിക തലങ്ങളിലേക്കുള്ള ഒരു ഇറങ്ങിവരവ്, അതിലൂടെ നമ്മുടെ സാക്ഷ്യം സമൂഹത്തിന് വെളിപ്പെടുത്തുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ഫിലിപ്പ് മാത്യു അച്ഛൻ. പ്രാർത്ഥിക്കാം. മനുഷ്യ സമൂഹത്തെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ സൃഷ്ടിയാണ് മനുഷ്യരെല്ലാവരും, ഈ ബോധ്യം ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഇന്ന് ജീവിക്കുന്ന സമൂഹം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുമ്പോൾ, ദൈവമേ, ഞങ്ങളുടെ സമൂഹവും കുടുംബാംഗങ്ങളും സഭയും വ്യക്തികളും ഒക്കെ വലിയ നാശത്തിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന ബോധ്യം ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കുറ്റപ്പുഴ യെരുശലേം മാർത്തോമാ ഇടവകയും സർക്കാർ വിമുക്തി പ്രസ്ഥാനത്തെയും അനാംസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ലഹരി വിമുക്ത സന്ദേശ യാത്ര ചെയ്യുവാനായിട്ട് ഞങ്ങളെ ഒരുക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ടി തോമസ് എം.എൽ.എ. അവറുകളെ വളരെ ആദരപൂർവ്വം ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന് ചുക്കാൻ പിടിക്കുന്ന ഇടവക വികാരിമാരായ ഷിബി വർഗീസ് അച്ഛനെയും ഫിലിപ്പ് മാത്യു അച്ഛനെയും വളരെ ആദരപൂർവ്വം ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇതിന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട എക്സൈസ് ഇൻസ്പെക്ടർ ഷിഹാബുദ്ദീൻ സാറിനെ വളരെ ആദരവോടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മോടൊപ്പമായിരിക്കുന്ന ബഹുമാന്യരായ മുനിസിപ്പൽ കൗൺസിലേഴ്സ് ലിൻഡ തോമസ്, ചിന്നു ഈപ്പൻ, അഡ്വക്കേറ്റ് സുനിൽ ജേക്കബ്, ബിന്ദു പ്രകാശ്, വിനു ശോഭ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിനോട് നമ്മോടൊപ്പം ചേർന്ന് നടക്കുന്ന അനാംസിൻ്റെ പ്രവർത്തകരെ, പ്രത്യേകിച്ച് ഡയറക്ടർ ജോർജി എബ്രഹാമിനെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് കേൾക്കുവാനും ഇത് പ്രാവർത്തികമാക്കുവാനും നമ്മോടൊപ്പമായിരിക്കുന്ന ഈ എല്ലാ പ്രദേശ നിവാസികളെയും വളരെ സ്നേഹപൂർവ്വം ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തോളൂ. ഈ ലഹരി വിരുദ്ധ സന്ദേശ പദയാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം. അതോടൊപ്പം നേതൃത്വം നൽകുന്ന സീനിയർ വികാരിമാരെയും വളരെ ആദരവോടെ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തോളൂ. എപ്രകാരം നമ്മൾ ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുന്നതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഈ സമൂഹത്തിൽ നിരന്തരം ഹോമിക്കപ്പെടുന്ന, ഹനിക്കപ്പെടുന്ന ജീവിതങ്ങൾക്ക് നമ്മൾ കൂട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. ജീവിതത്തിൽ സാമൂഹിക തിന്മകളും അത് നമ്മുടെ ജീവിതത്തിലേക്ക് പടച്ചുവിടുന്നതായ ഒരുപാട് അധിനിവേശ സ്വഭാവങ്ങളും നമ്മുടെ മധ്യത്തിലുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക എന്നതാണ്. നമുക്കറിയാം, ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ ആ സമൂഹത്തിലെ വിവിധ മനുഷ്യ സമൂഹങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യതയും പരസ്പരം തിന്മകൾക്കെതിരെയുള്ള നിരന്തരമായ പോരാട്ടവും ശക്തമാകേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സമൂഹത്തെ തൊട്ടുണർത്താനും സമൂഹത്തിന് നവ്യമായ കാഴ്ചപ്പാടുകൾ പ്രദാനം ചെയ്യുന്നതിനും ദർശനങ്ങൾ പ്രദാനം ചെയ്യുന്നതിനും ഇങ്ങനെയുള്ള സംഘം ചേരലുകളും കൂടിവരവുകളും നമ്മൾ ക്രമീകരിക്കുന്നത്.
അതുകൊണ്ട് ഒരു വാക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഗാന്ധിജി തൻ്റെ കർമ്മഭൂമികയിലേക്ക് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ അധ്യാപകനോട്, ഗുരുവിനോട് ചെന്ന് ആലോചന ചോദിക്കുന്നുണ്ട്. ആലോചന ചോദിക്കുമ്പോൾ ഗാന്ധിക്ക് ലഭിക്കുന്ന ഒരു മറുപടി വളരെ സുന്ദരമാണ്. എനിക്ക് തോന്നുന്നു ഗാന്ധിജിയുടെ സമര കാലഘട്ടത്തിൽ ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ചതും ഏറെ പ്രചോദിപ്പിച്ചതും ഈ 2 വാക്കുകളാണ്. ഗാന്ധിയോട് തൻ്റെ ഗുരു പറയുന്നത്, നീ ഈ കർമ്മഭൂമികയിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു രാഷ്ട്രത്തിൻ്റെ സ്വപ്നഭൂമികയിലേക്ക് ഇറങ്ങുമ്പോൾ നീ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത്, എവിടെയെല്ലാം കണ്ണുകൾ നിറയുന്നുണ്ടോ അവിടെയെല്ലാം നിൻ്റെ കണ്ണൂടെ നിറയാനിടയാകണം. എവിടെയെല്ലാം കണ്ണ് ചുവക്കേണ്ടതായിട്ടുണ്ടോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിൻ്റെ കണ്ണിന് ചുവക്കാൻ സാധിക്കണം. അതുകൊണ്ട് ദൈന്യത കാണുമ്പോൾ, സങ്കടം കാണുമ്പോൾ, സംഘർഷം കാണുമ്പോൾ, ജീവിതത്തിൻ്റെ കലഹങ്ങൾ കാണുമ്പോൾ, ജീവിതം പിടിച്ചു നിർത്താൻ നിവൃത്തിയില്ലാതെ മനുഷ്യൻ വീർപ്പുമുട്ടുമ്പോൾ അവിടെയെല്ലാം നിൻ്റെ കണ്ണിൽ കണ്ണുനീരുണ്ടാകണം എന്നുള്ളതും, എവിടെയെല്ലാം അനീതിയും തിന്മയും ശക്തമാകുന്നുണ്ടോ അവിടെയെല്ലാം നിൻ്റെ കണ്ണ് ചുവക്കണമെന്നുള്ള ഒരാലോചന സ്വീകരിച്ച് ഗാന്ധിജി ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ നെടുനായകത്വത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഇത് തന്നെയാണ് നമ്മുടെയും ഒരു ദർശനം. എവിടെയെല്ലാം കണ്ണ് നിറയുന്ന മനുഷ്യരുണ്ടോ അവിടെയെല്ലാം നമ്മൾ കൂടെയുണ്ട് എന്ന് ഇടവക പറയുകയാണ്. അത് ഏത് കാരണത്താലാണെങ്കിലും, അത് ദാരിദ്ര്യമായിരിക്കാം, ലഹരിയുടെ ഉപയോഗമായിരിക്കാം, നിത്യവൃത്തിക്ക് വേണ്ടിയുള്ള ഭാരമായിരിക്കാം, ജീവിതത്തിൻ്റെ ഒരുപാട് സംഘർഷങ്ങളായിരിക്കാം. എവിടെയായിരുന്നാലും കണ്ണ് നിറഞ്ഞു പോകുന്ന, ജീവിതം തകർന്നു പോകുന്നു, ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് തോന്നുന്നെങ്കിൽ ഇവിടെ ഈ സമൂഹത്തോട് ഈ കുറ്റപ്പുഴ ജെറുസലേം മാർത്തോമ ഇടവക പറയുകയാണ്, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് ഉറക്കെ പറയാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ സംഘർഷവും സന്താപവും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ശക്തികളുണ്ട്, അടിച്ചേൽപ്പിക്കുന്ന ഘടനകളുണ്ട്, അടിച്ചേൽപ്പിക്കുന്നതായ ജീവിത സ്വഭാവങ്ങളുണ്ട്. അതിനോടൊക്കെ നിരന്തരമായി ഒരു പോരാട്ടത്തിൽ ഏർപ്പെടുക. അതുകൊണ്ട് അവിടെയും കണ്ണു ചുവക്കുന്ന മനുഷ്യരാകാൻ, അങ്ങനെ കൂടെ നിൽക്കാൻ ഈ ഇടവക തീർച്ചയായിട്ടും പ്രതിജ്ഞാബദ്ധമാണ്. ഈ പ്രതിജ്ഞയാണ് ഇവിടെ പുതുക്കുന്നത്. കുറ്റപ്പുഴ ഇടവക ഈ സമൂഹത്തോടുള്ള എല്ലാവിധ ദൈന്യത അനുഭവിക്കുന്നവരോട് താതാത്മ്യപ്പെടുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അതോടൊപ്പം അനീതിയുടെ കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞമരുന്ന മനുഷ്യരോട്, അതിൻ്റെ അനീതികളോട്, അതിൻ്റെ തിന്മകളോടുള്ള പോരാട്ടത്തിൽ അണിചേരുന്നു. അങ്ങനെയുള്ള ഒരു അണിചേരൽ കൂടെയാണ് ഈ പദയാത്ര. അങ്ങനെ ഇടവക ഈ ദേശത്തോടൊപ്പമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ഈ സന്ദേശ പദയാത്ര ഏറ്റവും മംഗളകരമായി തീരാൻ നിരന്തരം ദൈവശക്തി, ദൈവസാന്നിധ്യം നമ്മളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മുടെ എല്ലാ ശ്രമങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ലഭിക്കാറുണ്ട്. ഔദ്യോഗികമായി ഈ ലഹരി വിരുദ്ധ സന്ദേശ പദയാത്ര ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് സാറിനെ സാദരം സ്വാഗതം ചെയ്യാം. ബഹുമാന്യരായ അച്ഛന്മാരെ, പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, യുവനസഖ്യമടക്കമുള്ള പ്രസ്ഥാനങ്ങളിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എല്ലാവർക്കും നമസ്കാരം. മാർത്തോമാ സഭ ഇന്ന് ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്ന ഞായറാഴ്ചയാണ്. വളരെ അർത്ഥവത്തായ രൂപത്തിൽ ആ ആചരണത്തെ മാറ്റിയെടുക്കുന്നതിൽ കുറ്റപ്പുഴ യെരുശലേം മാർത്തോമാ ഇടവക ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ഇടവക ചുമതലക്കാരെ ഞാൻ ഹാർദവമായി അനുമോദിക്കുകയാണ്. നാട്ടിലേക്ക് ഇറങ്ങി നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് പ്രശ്നബാധിതമായ ഇടങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടെയൊക്കെ ഈ നേരിൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടിയുള്ള ഈ യജ്ഞത്തിന് ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. മദ്യപാനത്തിനും ലഹരിയുടെ ഉപയോഗത്തിനും അടിമപ്പെട്ടു പോകുന്നവരെ വെറുക്കുകയല്ല, അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് സാധാരണ നിലയിലേക്ക് അവരെ കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ഉദ്യമങ്ങൾ ഏർപ്പെടുക എന്നുള്ളതാണ് നാം നിർവഹിക്കേണ്ടുന്ന ധർമ്മം. വെറുക്കപ്പെടേണ്ടവരായി ആരുമില്ല.
ഇത്തരം ശീലങ്ങൾക്ക് വിധേയരായി പോയ ആളുകളോട് അറപ്പും വെറുപ്പും പ്രകടമാക്കുന്നതുകൊണ്ട് നാം ഒരു ഗുണവും ആർക്കും ചെയ്യുന്നില്ല, മറിച്ച് ചില ദോഷങ്ങൾ മാത്രമായിരിക്കും ചിലർക്ക് സമ്മാനിക്കുക. അവരെ തികഞ്ഞ സ്നേഹവായ്പോടുകൂടി സമീപിക്കാനും തെറ്റായ പദങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാനും വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ആവശ്യം. ലഹരിയുടെ ഉപയോഗം ഒരു വ്യക്തിയെ മാത്രമല്ല നശിപ്പിക്കുക. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഔദ്യോഗികമായ ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമായി പഞ്ചാബ് സംസ്ഥാനത്ത് യാത്ര ചെയ്യാൻ എനിക്ക് ഇട വന്നു. അവിടെ അമൃത്സറിലെ കളക്ടറുമായി സംസാരിക്കുമ്പം അദ്ദേഹം പറഞ്ഞൊരു വസ്തുത പൂർണ്ണമായും ഇതുവരെയും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് നമ്മുടെ ശത്രു രാജ്യം ഇന്ത്യ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന മാർഗം അതിർത്തിയിലൂടെ പരമാവധി ലഹരി കടത്തുക എന്നുള്ളതാണ്. ഞങ്ങൾ അതിർത്തിയിലൊക്കെ പോയി കളക്ടറുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ, അദ്ദേഹം അയച്ചവരുടെ സാന്നിധ്യത്തിൽ അതിർത്തി പരിശോധിക്കാൻ ഞങ്ങൾ പോയിരുന്നു. അവിടെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക നീക്കങ്ങളെക്കാൾ തടയിടാൻ വേണ്ടി അതിർത്തി കാക്കുന്നവർ ശ്രമിക്കുന്നത് ലഹരി കടത്തുന്ന യുവാക്കളെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഒരു യുദ്ധത്തിലൂടെ ഇന്ത്യയെ കീഴ്പ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട് എന്ന് ഇന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ചെറുപ്പക്കാരെ ലഹരിക്ക് അടിമപ്പെടുത്തി ഒരു രാജ്യത്തെ നശിപ്പിക്കുക എന്നതൊരു ശത്രു രാജ്യം അവരുടെ ഒരു പരിപാടിയായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് അതിർത്തി ജില്ലയുടെ കളക്ടർ ഞങ്ങളോട് പറഞ്ഞപ്പോൾ വിശ്വസിക്കാനായില്ലെങ്കിലും ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നാം മനസ്സിലാക്കണം, ലഹരി ഒരു വ്യക്തിയല്ല, ഒരു സമൂഹത്തെയും ഒരു രാഷ്ട്രത്തെയും തന്നെ തകർക്കുവാൻ ശക്തമായ ആപത്താണ് എന്ന തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിൽ നിന്ന് പിന്തിരിയുവാൻ വേണ്ടിയുള്ള സ്നേഹപൂർവമായ ഇടപെടൽ അത് പ്രാന്തപ്രദേശങ്ങളിൽ മാത്രമല്ല, നഗരങ്ങളിൽ ആവശ്യമാണ്. വലിയ തരത്തിലുള്ള സംവിധാനങ്ങളുള്ള ചില വേദികളിലൊക്കെ ലഹരിയുടെ വ്യാപനമുണ്ട്. വലിയ നല്ല നിലവാരത്തിലുള്ള ഭവനങ്ങളിൽ കൂട്ടിച്ചേരലിലൊക്കെ ലഹരിയുടെ ഉപയോഗമുണ്ട്. അവിടെ നിന്നെല്ലാം മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും ഏതാണ് കൂടുതൽ ആപൽക്കരമെന്നുള്ള താരതമ്യത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. എല്ലാ തരത്തിലുള്ള ലഹരിയും ഉപേക്ഷിക്കുവാൻ, അവരവരുടെ സർഗാത്മകതയെ പരിപോഷിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ മാർത്തമിടപെടുവാൻ എല്ലാവർക്കും പ്രേരണ നൽകുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നമുക്കാവണം. അങ്ങനെ പ്രശ്നങ്ങളോട് താത്വികമായൊരു സമീപനമല്ല, അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ അങ്ങനെയുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള ആളുകൾ, ഇവരെയൊക്കെ തിരിച്ചറിയുവാൻ, അവരോട് വ്യക്തിബന്ധങ്ങൾ പുലർത്തിക്കൊണ്ട് അവരെ അത്തരം തെറ്റായ ശീലങ്ങളിൽ നിന്ന് പിൻവലിപ്പിക്കുവാൻ, പിന്മാറ്റം ചെയ്യിപ്പിക്കുവാനൊക്കെ നല്ല ഇടപെടലുകൾ ആവശ്യമുള്ളൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഭയാനകമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി. നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ, സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ഒക്കെ ലഹരിയുടെ വ്യാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകർക്ക് അതിനെ നിയന്ത്രിക്കാൻ വലിയ പ്രയാസങ്ങൾ. ബഹുമാന്യ മുഖ്യമന്ത്രി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇത് സംബന്ധിച്ചൊരു സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ ഞാനും ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൽ ഏതാണ്ട് 500-ലധികം അധ്യാപകരുമായി സംവേദിച്ച് അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടിയ ഒരു ക്രോഡീകരിച്ച രൂപ അവിടെ സമർപ്പിക്കാൻ ഞാൻ ശ്രമം നടത്തുകയുണ്ടായി. പലപ്പോഴും നിസ്സഹായ അവസ്ഥയിൽ അധ്യാപകർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. വളരെ അക്രമോത്സുകമായ സ്വഭാവത്തോടെയാണ് ക്ലാസ്സിൽ കുഞ്ഞുങ്ങൾ വരുന്നത്. ലാഭമുണ്ടാക്കാൻ വേണ്ടി മാത്രമായി ചില ആളുകൾ ലഹരിയുടെ വ്യാപനത്തെ, ലഹരിയുടെ കച്ചവടത്തെ കാണുകയാണ്. ഒരു തലമുറ നശിച്ചാലും ഒരു രാജ്യം നശിച്ചാലും എന്തെല്ലാം നാശം എവിടെയെല്ലാം വിതറിയാലും എനിക്ക് സാമ്പത്തിക ലാഭം വേണമെന്ന് മാത്രം ചിന്തിക്കുന്ന ചില ആളുകളാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ലഹരി വ്യാപനത്തിന് നേതൃത്വം നൽകുന്നത് തിരിച്ച് നമുക്കുണ്ടാകണം. അപ്പോൾ സമീപനത്തിലെ മാറ്റം, പണം എങ്ങനെയും ഉണ്ടാക്കണം എന്ന ഒരു തെറ്റായ ചിന്തയിൽ നിന്ന് നമ്മുടെ സമൂഹം വിമുക്തമാക്കപ്പെടണം. അങ്ങനെ നല്ല ചിന്തകൾ കൂടുതൽ പ്രചരിപ്പിക്കുവാൻ, നല്ല ശീലങ്ങളിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കുവാൻ
നിരവധി ആളുകൾക്ക് പ്രേരണ നൽകുന്ന ഒരു സംരംഭമായി ഇന്നത്തെ ഈ യാത്ര സമാപിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. എല്ലാ വിജയങ്ങളും ഈ സംരംഭത്തിൽ നേർന്നുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കട്ടെ. മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ ആ സമ്മേളനത്തിൽ ഒരു കണക്ക് അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് മയക്കുമരുന്ന് കേസുകളുടെ എണ്ണത്തിൽ കേരളത്തിൽ സംഭവിച്ചത് 120% വർധനവാണ് ഒറ്റ വർഷം കൊണ്ട് സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാവുന്നു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. ഈ സാഹചര്യത്തിലാണ് നാം ഇപ്രകാരം ഒരു പ്രവർത്തന പദ്ധതിയുമായിട്ട് മുൻപോട്ട് ഇറങ്ങിത്തിരിച്ചത്. അത് ഏറ്റവും അനുഗ്രഹകരമായി തീരട്ടെ. ഞാൻ ഒരു ബോധവൽക്കരണ സന്ദേശത്തിന് മുതിരുന്നില്ല. 2 പ്രിയപ്പെട്ടവരെ ഇവിടെ പരിചയപ്പെടുത്തി നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നിവിടെ പ്രിയപ്പെട്ട സാർ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഈ സൗണ്ട് സിസ്റ്റവും അല്ലെങ്കിൽ ഈ വാഹനവും ഒക്കെ ആയിട്ട് വളരെ ദൂരെ നിന്നൊരു പ്രിയപ്പെട്ടവൻ കടന്നു വന്നു. ഡേവിഡ് എന്ന് പറയുന്ന ആയിട്ടുള്ള പ്രിയപ്പെട്ടവൻ, അദ്ദേഹത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള കണ്ണുകൾക്ക് കാഴ്ചയില്ല. എന്നാൽ അനേകർക്ക് അവരുടെ കണ്ണ് തുറക്കുവാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുഖാന്തരമാക്കുന്നു. വിമുക്തി മിഷൻ്റെ ഒരു ട്രെയിനറാണ് അദ്ദേഹം കൊല്ലത്ത് ബീച്ചിൽ ഒരു പരസ്യ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ഇവിടെ നിൽക്കുന്ന ഒരു സഹോദരൻ ആത്മഹത്യ ചെയ്യുവാനായിട്ട് ആ ബീച്ചിൽ കടന്നു എന്നതാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്താം. എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, എന്നെ കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരും ചിലപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന ചിലർ തന്നെ ചോദിക്കും, ഇങ്ങനെയൊക്കെ ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ എന്ന് ചോദിക്കും. അതിൻ്റെ മറുപടിയായിട്ട് കൂടിയാണ് ഞാനിത് ഓർപ്പിക്കുന്നത്. ആ ഡേവിഡ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ ആ കൊല്ലം ബീച്ചിൽ പരസ്യ മീറ്റിംഗ് നടത്തുമ്പോൾ പാലക്കാടുകാരനായിരിക്കുന്ന മുരളീധരൻ എന്ന് പറഞ്ഞ ആൾ സൂയിസൈഡ് ചെയ്യുവാൻ അവിടെ കടന്നു ചെന്നതാണ്. ആ മൈക്കിൻ്റെ ശബ്ദം കേട്ട്, അവിടെ ലഭിച്ച സ്നേഹ വാക്കുകൾ കേട്ട് അദ്ദേഹം അവിടേക്ക് കടന്നു ചെന്നു. അവിടെ വെച്ച് അദ്ദേഹം ഒരു തീരുമാനമൊക്കെ എടുത്തു. ഈ ഡേവിഡ് എന്ന് പറഞ്ഞ ആ ബ്രദർ ഈ മുരളീധരനെ ഈ തിരുവല്ല അനാംസിലേക്ക് അയച്ചു. ഇന്ന് ഈ മുരളീച്ചേട്ടൻ മുമ്പോട്ട് കടന്നു വന്നാട്ട് അദ്ദേഹം ലഹരിയെല്ലാം ഉപേക്ഷിച്ച് ഞങ്ങളുടെ സെൻറ്ററിലെ നല്ല ഒരു പ്രവർത്തകനായിട്ട് അദ്ദേഹം മാറിയിരിക്കുക. നല്ലൊരു കൈയടി കൊടുക്കാതെ. ഡേവിഡ് സാറും കൂടെ ഒന്ന് മുമ്പോട്ട് നീങ്ങിക്കാം. നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് കാഴ്ചയ്ക്ക് ഒരല്പം പ്രയാസമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള കൊച്ചു മീറ്റിങ്ങുകളും ഒക്കെ നടക്കുമ്പോൾ ഇതുപോലെയുള്ള അനേക ജീവിതങ്ങൾ വിടുവിക്കപ്പെടുന്നു. ആരെയും പിടിച്ചുകൊണ്ടുപോയി ആരും ലഹരി കൊടുക്കുകയല്ല. ഇൻഡയറക്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ, അതായത് വാട്സപ്പ് ആകാം, ഫേസ്ബുക്ക് ആകാം, ഇൻസ്റ്റാഗ്രാം ആകാം, അല്ലെ അതുപോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ഇൻഡയറക്റ്റായിട്ട് നമ്മളിലേക്ക് ഇത് നല്ലതാണ് എന്ന ഒരു ബോധ്യം പരസ്യങ്ങളിൽ കൂടിയാണ് ഈ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ കാലഘട്ടങ്ങളിൽ എല്ലാ പ്രോഡക്റ്റും വിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ലഹരി. അത് നല്ലതാണ്, ഇത് നമ്മളെക്കൊണ്ട് ഇത് അതുപോലെയുള്ള ഉപയോഗിക്കുന്ന ആളുകൾ പരസ്യം പോലെ വന്ന് അഭിനയിച്ച് ഇത് നല്ലതാണ്, രസമാണ്, സന്തോഷമാണെന്നൊക്കെ പറഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി നമ്മളിതൊരു പ്രാവശ്യം ഒരു റീലായിട്ടോ വല്ലതും കാണുമ്പോൾ നമുക്കും തോന്നും താല്പര്യം. അപ്പോൾ ഈ താല്പര്യത്തെയൊക്കെ ഇല്ലാതാക്കി നമ്മൾ വളർന്ന് നമ്മൾ ഈ ലഹരിയിൽ നിന്ന് മോചനം നമ്മൾക്ക് നേടണമെങ്കിൽ നമ്മൾ നമ്മുടെ ചിന്തയിൽ കൂടി മാത്രമേ നമുക്കിത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ആ ചിന്ത ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നത്. ഇതുപോലെയുള്ള ബോധവൽക്കരണ പരിപാടികളുടെ നമ്മുടെ ചിന്ത, ഇതുപോലെയുള്ള ലഹരി സാധനങ്ങളുടെ ഉപയോഗം നമ്മളെ നശിപ്പിക്കും എന്ന ആ ബോധ്യം നമ്മൾ ഊട്ടി ഉറപ്പിച്ച് കൊണ്ട് നല്ലൊരു ആരോഗ്യമുള്ള നല്ലൊരു ജീവിതം നമ്മുടെ നാടിനും നമ്മുടെ ലോകത്തിനും വേണ്ടി ചെയ്തു തീർക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ മാക്സിമം മനസ്സിലാക്കി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാറ് ഇറാലി ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. എല്ലാവരും കൈയടിച്ച്. നിർമ്മലനാക്കിടുവാൻ പരലോകത്തെത്തിടുവാൻ അരുമനാഥൻ നിന്നെ വിളിച്ചിടുന്നു. മദ്യം അടിമയാക്കി മയക്കുമരുന്നാൽ വീണു വിടുതൽ പ്രാപിക്കൂ, വിജയം നേടൂ. അനാംസിലേക്ക് വരൂ, വിടുതൽ പ്രാപിച്ചിടൂ നീ, യേശുവിൻ കൂടെയുള്ള വിടുതൽ.
വിടുവിച്ചിടാം. അണിചേരാം സോദരരെ അനാംസിനോടൊപ്പം, പാപമാർഗെ പോകുന്നോരെ വിടുവിച്ചിടാം. കരത്തോട് കരം ചേർത്ത് ഒരു മനസ്സോടെ നാം യേശുവിനായി ജനരെ നേടാം. കരത്തോട് കരം ചേർത്ത് ഒരു മനസ്സോടെ നാം യേശുവിനായി ജനരെ നേടാം. മദ്യം അടിമയാക്കി മയക്കുമരുന്നാൽ വീണു വിടുതൽ പ്രാപിക്കൂ, വിജയം നേടൂ. അനാംസിലേക്ക് വരൂ, വിടുതൽ പ്രാപിച്ചിടൂ നീ യേശുവിൻ കൂടെയുള്ള വിടുതൽ. മദ്യം അടിമയാക്കി മയക്കുമരുന്നാൽ വീണു വിടുതൽ പ്രാപിക്കൂ, വിജയം നേടൂ. അനാംസിലേക്ക് വരൂ, വിടുതൽ പ്രാപിച്ചിടൂ നീ യേശുവിൻ കൂടെയുള്ള വിടുതൽ. എത്രയെത്ര കൊലപാതകങ്ങൾ ഈ ദിവസങ്ങളിൽ കേരളം കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെയൊക്കെ പിൻപിൽ ലഹരിയുടേതായിട്ടുള്ള സ്വാധീനം എത്ര വലുതായിരുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ചില പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യങ്ങളൊക്കെ നാം കേട്ടല്ലോ. ഒരു കാലത്ത് നാടിനും വീടിനും തലവേദനയായിരുന്ന പ്രിയപ്പെട്ടവർ, അവരോടാരും കടന്നു എന്ന് ഒന്ന് പറയുവാനായിട്ടുണ്ടായിരുന്നില്ല. പല പ്രിയപ്പെട്ടവരും ഞങ്ങളോട് പറയാറുണ്ട്, നേരത്തെ ആരെങ്കിലും ഞങ്ങളോടൊന്ന് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ദുരിതങ്ങൾ ഞങ്ങൾ അനുഭവിക്കുകയില്ലായിരുന്നു എന്നുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛന്മാരും അതുപോലെ സന്നദ്ധ പ്രവർത്തകരും വിവിധ പോഷക സംഘടനകളുടെ പ്രവർത്തകരും ഒക്കെ നമ്മുടെ നാടിനു വേണ്ടി യജ്ഞിപ്പാനായിട്ട് അണിനിരന്നിരിക്കുകയാണ്. നമ്മുടെ യുവതി യുവാക്കൾ ഇവിടെയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ അനേക പ്രിയപ്പെട്ടവർ ലഹരിക്ക് അടിമപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാഴ്ച. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. +2 പഠിക്കുന്ന സമയത്ത് പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് സ്കൂളുകാരൊക്കെ കൈയൊഴിഞ്ഞ് സെൻറ്ററിലേക്ക് കടന്നു വന്നു. എന്നാൽ അവിടെ വെച്ച് ആ മകൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. ഇന്ന് ആ സെൻറ്ററിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ സഹായത്തോടു കൂടെ അധ്യാപകരെയൊക്കെ വിളിച്ച് മാതാവിനെയൊക്കെ വിളിച്ച് സ്കൂളിലേക്ക് പരീക്ഷയ്ക്ക് വിടുകയും +2 പരീക്ഷയിൽ ആ മകൻ വിജയം പ്രാപിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു സെമിനാരിയിൽ BTHന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ജീവിക്കയില്ല എന്ന് വിധി എഴുതിയതായിട്ടുള്ള, പരീക്ഷയ്ക്ക് പോലും അമ്മയെ കൂട്ടിനിരുത്തണമെന്ന് അധ്യാപകർ പറഞ്ഞതായിട്ടുള്ള ആ ചെറുപ്പക്കാരൻ ഷിജു ഇപ്പോൾ ഞങ്ങളുടെ നല്ല ഒരു പ്രവർത്തകനാണ്. അപ്പം സെമിനാരി വിദ്യാർത്ഥി കൂടിയാണ്. ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. വലിയ മാറ്റം. 2-3 തവണ സ്കൂളിൻ്റെ ബാത്റൂമിൽ തന്നെ കൈഞ്ഞരമ്പുകൾ മുറിച്ച് രക്തത്തിൽ വാർന്നു കിടന്ന ചെറുപ്പക്കാരനാണ്. പക്ഷെങ്കിൽ ഇന്ന് അദ്ദേഹത്തെ ഞങ്ങൾക്ക് പേടിയില്ല, അങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. കർത്താവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തി. മദ്യം 1959 ഡിസംബർ മാസം ഞാൻ ജോലി തേടി മധ്യപ്രദേശത്തേക്ക് പോയി. ഭോപ്പാലിൽ ചെന്ന് ആദ്യത്തെ 1-2 ദിവസത്തെ ഭക്ഷണത്തിൻ്റെ ഫലമായി എനിക്ക് അസ്വസ്ഥത വന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, ക്രിസ്മസിന് അവർ കൊണ്ടുവന്ന ഒരു മരുന്ന് അവിടെ ഇരിപ്പുണ്ട്, അതെനിക്ക് തരാമെന്ന് പറഞ്ഞു. അസ്വസ്ഥതയായതുകൊണ്ട് ആയുസ്സിൽ ആദ്യമായി ചാരായ ആവശ്യം പോലും ആര് നിർബന്ധിച്ചാലും അത് ടേസ്റ്റ് ചെയ്യരുത്. അവിടെ നിന്ന് എനിക്ക് എത്രയും വേഗം സർക്കാർ ജോലി കിട്ടി.
ഞാൻ പിന്നീട് ശമ്പളം കിട്ടിയത് ഏറിയ പങ്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവിട്ടു. ഒരു ദിവസം എനിക്ക് ഓഫീസിൽ ഇരുന്ന് പുകവലിക്കാനൊക്കെയില്ല. എന്നാൽ പലതവണ പുറത്തു പോയി 1-2 പാക്കറ്റ് സിഗരറ്റ് അത് ചെലവാക്കിയിരുന്നു. കൂടാതെ കൂട്ടുകാരോട് ചേർന്ന് ഈ മദ്യം ഉപയോഗിച്ചിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ 25-ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അന്ന് മുതൽ ഈ കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്ത പലരും ചോദിക്കും, എടാ ഫിലിപ്പേ, നിനക്ക് എന്നോ പറ്റി, നീ എങ്ങനെ ഈ വ്യത്യാസം വന്നു? എൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു നല്ല ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ച് നല്ല പാരമ്പര്യത്തിൽ വളർന്നുവെങ്കിലും ചെറുപ്രായത്തിൽ ജോലി കിട്ടിയതുകൊണ്ട്, ഇഷ്ടം പോലെ പണം കൈ വന്നതുകൊണ്ട് അതെല്ലാം തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ കൂട്ടുകാർ മുഖേന ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ 25-ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അതിനു മുമ്പ് സൺഡേ സ്കൂൾ മുഴുവൻ പഠിച്ചതാണ്. വീട്ടിലെന്നും പ്രാർത്ഥനയുണ്ട്. എന്നാൽ ജോലി കിട്ടിയപ്പോൾ കൂട്ടുകാരോടൊത്ത് വഴിതെറ്റിപ്പോയതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ കരുണയാൽ ഞാൻ മാനസാന്തരപ്പെട്ട് തെറ്റായ വഴികളോട് യാത്ര പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് ജീവിക്കുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്ത പലരും പുകയുടെ ഉപയോഗത്താൽ ചെറുപ്രായത്തിൽ മരിച്ചുപോയവരുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും വിധേയരായി പ്രായം എത്തുന്നതിന് മുമ്പേ മരിച്ച എൻ്റെ കൂട്ടുകാരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കരുണയാൽ അത് ചെറുപ്പത്തിലെ ഉപേക്ഷിച്ചതുകൊണ്ടും യേശുവിൻ്റെ ഒരു ശുശ്രൂഷകനായതുകൊണ്ടും ദൈവം എന്നെ ഇത്രത്തോളം വഴി നടത്തുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ഇതിങ്ങനെയുള്ളതിനെ പരിശോധിക്കാതെ, ടേസ്റ്റ് ചെയ്യാതെ നമ്മൾ ഈ ഇങ്ങനെയുള്ള തിന്മകളോട് യാത്ര പറഞ്ഞ് യേശുവായുള്ള ബന്ധത്തിൽ ജീവിതം ധന്യമാകാൻ ഇടയാകണം. എൻ്റെ ഒരു ബന്ധുവിനെ അപ്പോളോ ആശുപത്രിയിൽ പരിശോധിക്കാൻ ചെന്നപ്പോൾ അവർ ഹാർട്ടെല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇയാളുടെ ഹൃദയം മുഴുവൻ പുകയേറ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. പുക വലിച്ചതിൻ്റെ ഫലമായി ഉള്ളിലെ എല്ലാം പുകയേറ നിറഞ്ഞിരിക്കുക. അങ്ങനെയുള്ളിടത്ത് ക്യാൻസർ വന്നാൽ ആരാ ഉത്തരവാദി? അങ്ങനെയുള്ളിടത്ത് ഹാർട്ട് അറ്റാക്ക് വന്നാൽ ആരാ ഉത്തരവാദി? നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങൾ പുക വലിക്കുന്നുണ്ടെങ്കിൽ, മദ്യം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മളെ നശിപ്പിക്കുന്നതാണ്. സർക്കാർ നമ്മളെ സ്നേഹിക്കുന്നു, എന്നാൽ ഇഷ്ടം പോലെ ഷാപ്പ് തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾ സ്വയമേ ഉപേക്ഷിക്കണം. തുറക്കാവുന്നിടത്തെല്ലാം ഷാപ്പ് തുറന്നിട്ട് ഇത് സ്വയമേ ഉപേക്ഷിക്കണമെന്ന് പറയുമ്പോൾ മനുഷ്യനെ അതിലേക്ക് ആകർഷിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വിനയമായി ഞങ്ങൾ ഈ തെരുവിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, ഒരിക്കലും മദ്യം ടേസ്റ്റ് ചെയ്യരുത്. പുക നമ്മുടെ കുഞ്ഞുങ്ങളാരും തൊടാൻ ഇടവരരുത്. ദൈവസന്നിധിയിൽ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ഇങ്ങനെയുള്ള തിന്മകളിൽ നിന്ന് നമുക്ക് മാറിപ്പോകാൻ സാധിക്കും. അങ്ങനെ ആർക്കെങ്കിലും അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി സഹായം ചെയ്യാൻ ഈ അനാംസും കുറ്റപ്പഴി ഇടവകയും നിങ്ങളോടൊപ്പമുണ്ടെന്ന് പറയുവാനാണ്. സ്വയം ചിലർക്ക് ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ട് വരുമായിരിക്കും. അങ്ങനെ അവർക്ക് ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കുകയും കൂട്ടായ്മ കൊടുക്കുകയും ചെയ്ത്, അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ പുകവലിയിൽ നിന്നോ മദ്യത്തിൽ നിന്നോ മാറാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. കുറ്റപ്പഴി ഇടവകയെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട്. ഇങ്ങനെയുള്ള തിന്മകളിൽ നിന്ന്, ദോഷങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ വീണ്ടെടുപ്പാൻ നമുക്ക് ശ്രമിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൗൺസിലർമാർ ദൈവവേദി ഇങ്ങോട്ട്. കഴിഞ്ഞ ഞായറാഴ്ച മഴയുടെ ഒരു സാഹചര്യമായിരുന്നു. മഴ മാറുമോ ആശങ്കയില്ലാതില്ലായിരുന്നു. പക്ഷെങ്കിൽ ദൈവം മഴയൊക്കെ മാറ്റിത്തന്നു. നമുക്ക് ഒത്തുകൂടുവാനുള്ള സാഹചര്യം ദൈവം ഒരുക്കി തന്നു. ലഭിച്ച ദൈവകൃപയെ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. വളരെയധികം കഠിന അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട്. അനേകം തവണ ഇതിൻ്റെ കമ്മിറ്റിയൊക്കെ കൂടിയേ ഉണ്ടായി. കൈസ്ഥാന സമിതി അംഗങ്ങൾ, ആൻറ്റിടെക്കിൻ്റെ ശക്തമായൊരു യൂണിറ്റ് നമ്മുടെ പള്ളിയിലുണ്ട്. അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ കൺവീനേഴ്സ്, യുവജന സഖ്യാംഗങ്ങൾ, അവർ കുറഞ്ഞ ദിവസങ്ങളായി. ഇന്ന് തന്നെ രാവിലെ 10:30 തുടങ്ങിയതാണ് അവർ ഫ്ലാഷ് മോബിൻ്റെ പ്രാക്ടീസ്. ചുരുങ്ങിയ നിമിഷം കൊണ്ട് എവിലിനാണ് അതിന് നേതൃത്വം നൽകിയത്. ഇവന് അനാംസ് മാറ്റി നിർത്താനൊക്കെയില്ല. ജോർജി എബ്രാം സാറുമായിട്ട് ഞാൻ പലതവണ നേരിട്ട് ഞങ്ങൾ ഭവനത്തിൽ സന്ദർശനം നടത്തി ഇതിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ക്രമീകരണം പലവട്ടം ഞങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി.
സാറിൻ്റെ ടീം അംഗങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടായി നമ്മുടെ ഈ പ്രോഗ്രാമിന് ഏറ്റവും കൂടുതൽ കരുത്ത് പകർന്നു തന്നു. കൊല്ലത്ത് നിന്നും ഇത്രയും ദൂരം ഓടിയെത്തിയ സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരമുള്ള വിമുക്തി എന്ന സംഘടന, അതിന് നേതൃത്വം നൽകുന്ന ഡേവിഡ് സാർ അന്ധതയെ അതിജീവിച്ചുകൊണ്ട് സമൂഹത്തിൽ നല്ല സന്ദേശം പകർന്നു നൽകുന്നു. സാറിനും ടീം അംഗങ്ങൾക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ സെൻറ്ററിലൂടെ വിടുതല പ്രാപിച്ച് ഇപ്പം നമ്മുടെ ഒരു പ്രവർത്തകനാകാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവം നമുക്ക് കേൾക്കാം. എൻ്റെ പേര് അബ്ദുൾ സലീം എന്നാണ്. എൻ്റെ സ്വദേശം പാലക്കാട് വണ്ടിത്താവളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാനിവിടെ വരാനുള്ള ഈ കാരണം ഒരു മദ്യപാനം മൂലമായിരുന്നു. ആദ്യമൊക്കെ ഒരു രസത്തിൽ തുടങ്ങിയെങ്കിലും പിന്നീടത് അളവിൽ കൂടുതൽ മദ്യപിക്കാനും ശരീരത്തിന് ഒരുപാട് ദൂഷ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും അതുമൂലം ആശുപത്രിയിൽ പോകാനും, ആശുപത്രിയിൽ പോയിട്ട് കാര്യമൊന്നുമില്ല, അവർ മരുന്ന് തന്നതുകൊണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, വീണ്ടും അത് കഴിക്കാനുള്ള ടെൻഡൻസി വീണ്ടും കൂടി വരികയായിരുന്നു. മരുന്നിൻ്റെ എഫക്റ്റ് കഴിയുമ്പോൾ പിന്നീട് വീണ്ടും മദ്യപിക്കും. മദ്യപിക്കുന്നവരുടെ കാര്യം അറിയാലോ, കുടുംബത്തിലെ ഒരുപാട് പ്രശ്നങ്ങളും വഴക്കും വക്കാണും നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങൾക്കും മദ്യപിച്ചുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അവർ വഴി നടക്കുമ്പോൾ പരിഹാസം, നമ്മൾ അതിനേക്കാളും പരിഹാസം, അങ്ങനെ ഒരുപാട് കഷ്ടതയും ബുദ്ധിമുട്ടും അനുഭവിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിലച്ചു നിൽക്കുമ്പോഴാണ് 18 വർഷം മുമ്പ് അനാംസിൽ നിന്ന് വിമുക്തി നേടിപ്പോയ ഒരു പാസ്റ്റർ, പണ്ട് പാസ്റ്ററല്ല, പുള്ളി പണ്ടവിടെ ഞങ്ങളുടെ പരിസരത്തുണ്ടായിരുന്ന ഒരാളാണ്. പുള്ളി ഇവിടെ വന്ന് 18 വർഷം മുമ്പ് വന്ന് മുക്തി നേടി. അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തെ ദൈവം കൊടുത്തു. പുള്ളി ഇപ്പോൾ ഒരു ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് പാലക്കാട് മണ്ണാർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി മുഖാന്തരമാണ് ഞാനിവിടെ വരാനുള്ള കാരണം. ഞാനിവിടെ വന്നിട്ട് 1 മാസത്തിലടുത്തായി. ഇപ്പോൾ എനിക്ക് ആ ഒരു ടെൻഡൻസി വരുന്നില്ല. ഇവിടുത്തെ പ്രാർത്ഥനയും ദൈവവചനങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഇനിയൊരിക്കലും ഞാനത് കഴിക്കില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ടെൻഡൻസി പിന്നെ അതിന് ശേഷം ഓരോ ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ വന്നിട്ട് 1 മാസത്തിലധികമായി. ഈ അനാംസിൻ്റെ ഉള്ളിൽ കാല് വെച്ചതിന് ശേഷം പിന്നീട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും തോന്നിയിട്ടില്ല. എല്ലാം ദൈവത്തിന് സ്തുതി. തലമുറ പറഞ്ഞു തരുന്ന ഈ പുതിയ പ്രതിജ്ഞ നിങ്ങൾ ഏറ്റുപറയുക. മദ്യം, മയക്കുമരുന്ന്, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എൻ്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി വിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. നമ്മുടെ സഹോദരന്മാർ ഈ വീടുകളിലൊക്കെ ഇതിൻ്റേതായിട്ടുള്ള ട്രാക്റ്റുകൾ എത്തിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഏതെങ്കിലും ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഞങ്ങൾ പെരുമ്പാവൂർ പ്രോഗ്രാം നടത്തി ഇത് വിതരണം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു സഹോദരൻ വിളിച്ചു, സാറേ ആ ട്രാക്റ്റ് വായിച്ചിട്ട് ഞാൻ എൻ്റെ വർഷങ്ങളായിട്ടുള്ള പുകവലി ശീലം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുവാനിടയായി തീർന്നു. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മദ്യപാനമോ പുകവലിയോ പാൻ മസാലയോ ഉപേക്ഷിക്കുവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ടുന്ന കൗൺസിലിങ്ങിനും ഡി അഡിക്ഷനും ഒക്കെ ഉള്ളതായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി തരുന്നതായിരിക്കും. പ്രത്യേകിച്ച് കുറ്റപ്പുഴ ജെറുസലേം മർത്തോമ ചർച്ചിൻ്റെ ഇതിൻ്റെ കൺവീനറായിരിക്കുന്ന AV ജോർജ് സാറുമായിട്ടോ ആ ഇടവയിലുള്ള ആരെങ്കിലുമായിട്ടോ അച്ഛന്മാരുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട് അവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി തരുന്നതാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. മദ്യം അടിമയായി മയക്കുമരുന്നാൽ വീണു വിടുതൽ പ്രാപിക്കൂ, വിജയം നേടൂ. അനാംസിലേക്ക് വരൂ, വിടുതൽ പ്രാപിച്ചിടൂ നീ, യേശുവിൻ കൂടെയുള്ള വിടുതൽ.
രാജ്യവ്യാപകമായി ലഹരി വസ്തുക്കളോടുള്ള ആസക്തി വർദ്ധിച്ചു വരുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇതിൽ കേരളീയരുടെ സുസ്ഥിരതയെയും സാമ്പത്തിക വളർച്ചയെയും ആത്മീക നിലനിൽപ്പിനെയും ഒക്കെ ബാധിക്കുന്ന തരത്തിൽ വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് മലയാളിയുടെ ലഹരി ഉപയോഗം. പ്രത്യേകാൽ മദ്യപാനശീലം. ഇന്ത്യയിലെ ആളോഹരി മദ്യ ഉപയോഗം 3.5 ലിറ്റർ ആണെന്നിരിക്കെ കേരളത്തിൽ 8.7 ലിറ്ററാണ്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഇന്ന് മയക്കുമരുന്നുകൾക്ക് അടിമകളാക്കപ്പെടുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടി വരുന്നതും അവർ മയക്കുമരുന്ന് വാഹകരായി മാറുന്നതും വർദ്ധിച്ചു വരുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ലഹരി ഉപയോഗത്താൽ ഒരു ദിവസം 12,000 പേർ മരിക്കുന്നു. ഒരു മിനിറ്റിൽ 2 പേർ ഇന്ത്യയിൽ ലഹരി ഉപയോഗത്താൽ മരണപ്പെടുന്നു. പുകവലി മൂലം ലോകത്തിൽ ഒരു വർഷം 80 ലക്ഷം മരണം സംഭവിക്കുന്നു. അതിൽ 10 ലക്ഷം മരണം ഇന്ത്യയിലാണ്. വിവിധ വസ്തുക്കളുടെ ഉപയോഗത്താൽ ആത്മഹത്യ, കൊലപാതകം, റോഡപകടങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളാൽ ഉണ്ടാകുന്ന മരണങ്ങൾ എന്നിവ വർദ്ധിച്ചു വരുന്നു. ഈ മരണങ്ങൾക്ക് ഉത്തരവാദികളെ കണ്ടെത്തി നാം ഒഴിഞ്ഞു മാറേണ്ടിയിരിക്കുന്നു. നാമും ഇപ്രകാരമുള്ള മരണത്തിനിരയാകാതെ രക്ഷപ്പെടേണ്ടതാണ്. ആരാണ് ഈ മരണത്തിനുത്തരവാദി? ഞാനാണ് ഈ മരണത്തിനുത്തരവാദി. ഞാനാണ് മദ്യം. ഞാനാണ് ഇവനെ കൊന്നത്. എങ്ങനെ? ആദ്യത്തെ കുടിയിലൂടെ, സുഹൃത്തുക്കളിലൂടെ ഞാൻ ഇവനെ വശീകരിച്ചാകർഷിച്ച് എന്നിലേക്ക് അടുപ്പിച്ചു. പിന്നെ ദൈവത്തെക്കാൾ, ഭാര്യയേക്കാൾ, മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, ഉത്തരവാദിത്തങ്ങളെക്കാൾ ഇവൻ എന്നെ സ്നേഹിച്ചു. പിന്നെ എനിക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ ഇവൻ മടിച്ചില്ല. ഇവൻ എൻ്റെ അടിമയായി. എന്നിട്ട് ഞാൻ അവൻ്റെ സിരകളിലൂടെ ലഹരിയായി ഒഴുകി. ഇവൻ്റെ ഓക്സിജൻ ദാതാക്കളായ ചുവന്ന രക്താണുക്കളെ ഞാൻ നശിപ്പിച്ചു. ശ്വാസതടസ്സവും വിളർച്ചയും സമ്മാനിച്ചു. ഹൃദയരോഗങ്ങൾ, ലിവർ സിറോസിസ്, ഓർമ്മക്കുറവ്, വിഷാദം, ചുഴലി, രക്തവാതം, ഉയർന്ന രക്തസമ്മർദ്ദം, ആൽക്കഹോളിക്, ന്യൂറോപ്പതി തുടങ്ങിയ രോഗങ്ങളിട്ട് ഞാൻ ഇവന്റെ ആരോഗ്യം നശിപ്പിച്ചു. ഇവന്റെ പണവും സമാധാനവും ഉയർച്ചയും എല്ലാം ഞാൻ നശിപ്പിച്ചു. ഒടുവിൽ കൂട്ടുകാരെയും വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം ഇവനിൽ നിന്നകറ്റി സമ്പത്തും ആരോഗ്യവും മാനവും നഷ്ടപ്പെടുത്തി ഞാൻ ഇവനെ മരണത്തിനേൽപ്പിച്ചു. അങ്ങനെ ഞാൻ ഇവനെ കൊന്നു. ഞാനാണ് ഈ മരണത്തിന് ഉത്തരവാദി. ഞാനാണ് മദ്യം. ഞാനാണ് ഈ മരണത്തിന് ഉത്തരവാദി. ഇനിയും നിങ്ങളാണ് എൻ്റെ അടുത്ത ഇര. ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി? ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി? ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി? ഇനിയും ആരെങ്കിലും ഈ മരണത്തിന് ഉത്തരവാദികളുണ്ടോ? ഞാനാണ് ഈ മരണത്തിന് ഉത്തരവാദി.
ഞാനാണ് പുകയില, ഞാനാണ് ഈ മരണത്തിന് ഉത്തരവാദി, ഞാനാണ് ഈ മരണത്തിന് ഉത്തരവാദി, ഞാനാണ് ഇവനെ കൊന്നത്, ഞാനാണ് ഇവനെ കൊന്നത്. എങ്ങനെ? വെറുതെ തമാശയ്ക്ക്, രസത്തിന്, കൂട്ടുകാരുടെ പ്രേരണയാൽ എന്റെ തകർക്കുന്ന ശക്തിക്ക് തീ പിടിപ്പിച്ചു. അങ്ങനെ ഞാൻ പുകച്ചുരുളുകളായി ഇവന്റെ ഉള്ളിലേക്ക് കടന്നു. എന്നിലുള്ള ആയിരക്കണക്കിന് വിഷവസ്തുക്കൾ ഇവന്റെ ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ വ്യാപരിച്ചു. അങ്ങനെ എന്നിലുള്ള ഭീകര കൊലയാളിയായ നിക്കോട്ടിനിലൂടെ ഞാൻ ഇവനെ അടിമയാക്കി. എന്നിട്ട് ഞാൻ ഇവന് ശ്വാസകോശാർബുദം, ഹൃദ്രോഗം, സ്ട്രോക്ക്, ആസ്മ, ലൈംഗിക പ്രശ്നങ്ങൾ, പ്രമേഹം, അന്ധത, തിമിരം, ക്യാൻസർ, ശരീരവേദന, വിട്ടുമാറാത്ത ചുമ, വായ്നാറ്റം, വികൃതരൂപം, കറുത്ത പല്ല്, സ്വഭാവ വൈകല്യങ്ങൾ തുടങ്ങിയവ സമ്മാനിച്ചു. ഇവൻ സ്വാഭാവികമായി മരിക്കേണ്ടതിന് 8 വർഷം മുൻപേ ഞാൻ ഇവനെ കൊന്നു. ഞാനാണ് ഈ മരണത്തിന് ഉത്തരവാദി, ഞാൻ പുകയില, ഞാനാണ് ഇവനെ കൊന്നത്. ഇനിയും നിങ്ങളാണ് എൻ്റെ അടുത്ത ഇര, ഇനിയും നിങ്ങളാണ് എൻ്റെ അടുത്ത ഇര, ഇനിയും നിങ്ങളാണ് എൻ്റെ അടുത്ത ഇര. ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി? ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി? ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി? ഇനിയും ആരെങ്കിലും ഈ മരണത്തിന് ഉത്തരവാദികളുണ്ടോ? ഞാനാണ് ഈ മരണത്തിന് ഉത്തരവാദി. ഞാനാണ് പാൻ മസാല, ഞാനാണ് ഇവനെ കൊന്നത്, ഞാനാണ് ഇവനെ കൊന്നത്, ഞാനാണ് ഇവനെ കൊന്നത്. എങ്ങനെ? മനോഹരമായ വർണ്ണ പാക്കറ്റിന്റെ ഉള്ളിൽ കൊലയാളിയായി ഞാൻ ഒളിച്ചിരുന്നു. പകലന്തിയോളം പൊരിവെയിലത്ത് പണിയെടുത്ത് കിട്ടിയ കാശ് കൊടുത്ത് ഇവൻ എന്നെ വാങ്ങി. ചിറിക്കുള്ളിലേക്ക് എന്നെ തിരുകി. എന്നിലുള്ള പുകയില, ചുണ്ണാമ്പ്, സുഗന്ധദ്രവ്യങ്ങൾ, അക്കേഷ്യ കാറ്റിച്ചു എന്ന കൊന്നമരത്തിന്റെ പശ, ലെഡ്, കാഡ്മിയം, DDT കീടനാശിനി അവശിഷ്ടങ്ങൾ, കഞ്ചാവെണ്ണയിൽ വറുത്ത അടയ്ക്ക, കുപ്പിച്ചില് നേർമയായി പൊടിച്ചത്, ഇവയെല്ലാം ഉണർന്ന് പ്രവർത്തിച്ചു. അവയ്ക്കുള്ളിൽ ക്യാൻസറായി ഞാൻ എൻ്റെ തനിനിറം പുറത്തെടുത്തു. അങ്ങനെ ഞാൻ ഇവനെ കൊന്നു. ഞാനാണ് ഈ മരണത്തിന് ഉത്തരവാദി. ഞാനാണ് ഈ മരണത്തിന് ഉത്തരവാദി. ഇനിയും നിങ്ങളാണ് എൻ്റെ അടുത്ത ഇര, ഇനിയും നിങ്ങളാണ് എൻ്റെ അടുത്ത ഇര, ഇനിയും നിങ്ങളാണ് എൻ്റെ അടുത്ത ഇര. എന്നോട് നോ, വേണ്ട എന്ന് പറയാത്തവരെയൊക്കെയും ഞാൻ നശിപ്പിക്കും. ഈ മനുഷ്യനുമാണ് ഗതി ഞങ്ങൾക്ക് വരാതിരിക്കുവാൻ. മദ്യം, മയക്കുമരുന്ന്, പുകയില, പാൻ മസാല, ഇന്റർനെറ്റ്, മൊബൈൽ അടിമത്തം, അശ്ലീലം, കുടുംബ തകർച്ച, ഇവയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ ആരുമില്ലേ? മരണഭീതിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ. ഉണ്ട്.
രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് രക്ഷാമാർഗമുണ്ട്. നിങ്ങളെ സഹായിപ്പാൻ പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന യേശുവുണ്ട്. അനാംസുണ്ട്. ആത്മഭാരമുള്ള അനേകരുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കുക. കേൾവിക്കാരാകാതെ കാഴ്ചക്കാരാകാതെ കാണികളാകാതെ കണ്ണികളാകാം. നഷ്ടപ്പെട്ടവരെ നേടാൻ, ജീവിതങ്ങളെ നേർപ്പാതയിലേക്ക് നയിക്കുവാൻ നമുക്ക് കരം കോർക്കാം. അണിചേരൂ സോദരരെ, അനാംസിനൊപ്പം പാപമാർഗെ പോകുന്നവരെ വിടുവിപ്പാൻ. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ഇതിലപ്പുറമായിട്ട് ഇനിയൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. നാളുകളായിട്ട് ആഗ്രഹിച്ചിട്ടും രക്ഷപ്പെടുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെയുള്ള ലഹരി വിരുദ്ധ യൂണിറ്റുമായിട്ടോ AV ജോർജ് സാറുമായിട്ടോ കുറ്റപ്പുഴ യെരുശലേം ചർച്ചിൻ്റെ ചുമതലക്കാരുമായിട്ടോ ബന്ധപ്പെടുക. അങ്ങനെയുള്ളവർക്ക് വേണ്ട കൗൺസിലിങ്ങും ഡി അഡിക്ഷനും ഒക്കെ വേണ്ട ക്രമീകരണങ്ങൾ ഞങ്ങൾ ഒരുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇത്രയും നേരം ഞങ്ങളെ സഹകരിച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. ഇതിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വരും ദിവസങ്ങളിലും ഞങ്ങളുടെ നമ്പറൊക്കെ നിങ്ങൾക്ക് ലഭിച്ചായിട്ടുള്ള ട്രാക്റ്റിൽ ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അല്ലെങ്കിൽ ഇപ്രകാരം രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുത്താവുന്നതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിൽ ഏറെ അധ്വാനിച്ച എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഇതിന് പിന്നാമ്പുറങ്ങളിൽ നിന്ന് പ്രത്യക്ഷവും അപ്രത്യക്ഷവുമായിട്ട് സഹായ സഹകരണങ്ങൾ നൽകിയ, ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച മാത്യു ടി തോമസ് MLA, ഇതിന് ഫ്ലാഗ് ഓഫ് ചെയ്ത ഷംസുദ്ദീൻ എക്സൈസ് ഓഫീസർ, ഇതിൻ്റെ ഭാഗമായിരുന്ന കൗൺസിൽ മെമ്പേഴ്സ്, കൂടെ നടന്ന എല്ലാവരും, നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവജന സഖ്യാംഗങ്ങൾ എല്ലാവരോടും ഉള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ ആൻറ്റി ഡ്രഗിൻ്റെ യൂണിറ്റിന് ചുക്കാൻ പിടിക്കുന്നത് കുറ്റപ്പുഴ ജെറുസലേം മാർത്തോമ ഇടവകയാണെങ്കിലും ഇടവകയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട AV ജോർജ് സാറാണ്. സാറിൻ്റെ അശ്രാന്ത പരിശ്രമമാണ് ഇന്ന് ഇപ്രകാരം അനുഗ്രഹീതമായ രീതിയിൽ ഈ ഒരു പദയാത്ര നിർവഹിക്കാനിടയായത്. ഏറെ അധ്വാനം ഏകദേശം 2-3 ആഴ്ചകളായിട്ട് സാറ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. വേണ്ടതായ അനുവാദം പോലീസ് അധികാരികളിൽ നിന്നൊക്കെ എടുക്കുകയും ഇതിൻ്റെ എല്ലാ ചെറുതും വലുതുമായ ക്രമീകരണങ്ങളിൽ സാറിൻ്റെ ശ്രദ്ധയും ബുദ്ധിയും ആലോചനയും നിർദ്ദേശങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. കൂടിയാലോചിച്ച് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഇതിൻ്റെ ക്രമീകരണം നിർവഹിച്ച കുറ്റപ്പുഴ ജെറുസലേം മാർത്തോമ ഇടവക ആൻറ്റി ഡ്രഗ് യൂണിറ്റിൻ്റെ കൺവീനറായിരിക്കുന്ന പ്രിയപ്പെട്ട AV ജോർജ് സാറിനോടുള്ള പ്രത്യേക നന്ദി, സന്തോഷം അറിയിക്കട്ടെ. നമുക്കൊരുമിച്ച് ഇതൊരു പൊതുസാക്ഷ്യം ഇന്ന് വെളിപ്പെടുത്താനിടയായി. ഇതൊരു തുടക്കം മാത്രമാണ്. നിരന്തരം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ സഹോദരീ സഹോദരങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ദുരിതങ്ങളിൽ, അവരുടെ ദുഃഖങ്ങളിൽ, അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ നിത്യവുമായ തിന്മയ്ക്കെതിരെയുള്ള അവരുടെ സംഘർഷങ്ങളിൽ, പോരാട്ടങ്ങളിൽ പങ്കുചേരുക. അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ഉള്ളൊരു തുടക്കം മാത്രമാണിത്. ഈ തുടക്കം അത് തുടരട്ടെ. നിരന്തരമായി നമുക്കിങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സമാപിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട തോമസ് പി ജോർജ് അച്ഛൻ പ്രാർത്ഥിക്കും. സ്നേഹം നിറഞ്ഞ നല്ലവനായ കർത്താവേ, ഈ സന്ധ്യാസമയത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഞങ്ങൾ കേട്ടതും കണ്ടതും എല്ലാം നിൻ്റെ സന്ദേശമായി ആണല്ലോ കർത്താവേ. കർത്താവേ, ഈ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇരുണ്ടു പോകാത്തൊരു വെളിച്ചം ഞങ്ങളുടെ ഉള്ളിലേക്ക് നീ തരുന്നവനാണ് സ്തുതിക്കുന്നത്. ദൈവമായ കർത്താവേ, ഈ വലിയ രക്ഷാകര സന്ദേശം അറിയിച്ച എല്ലാവരെയും ഓർത്ത സ്തോത്രം. അതിലൊക്കെ ഉപരിയായിട്ട് നിൻ്റെ വലിയ സ്നേഹത്തിലേക്ക്, നിൻ്റെ വലിയ ജീവനിലേക്ക്, നിൻ്റെ വലിയ ജീവിത ഉദ്ദേശത്തിലേക്ക് പോകാൻ ഉള്ള കൃപ ഈ മക്കൾക്ക് നൽകണേ പ്രാർത്ഥിക്കുന്നു. ആരും നശിച്ചു പോകുവാൻ വേണ്ടിയല്ല കർത്താവേ, ആരും നിസ്സാരരല്ല. ഇന്ന് ഒരാളെങ്കിലും ഇതിൽ തിരിഞ്ഞു വരുവാൻ വേണ്ടി കർത്താവേ നീ ആഗ്രഹിക്കുന്നതാവും ഞങ്ങൾ പറയുന്നു. ഇതിൽ നിന്ന് തിരിച്ചു വരണം കർത്താവേ. ഇതിനോട് വിട പറഞ്ഞ് മുമ്പോട്ട് വരുവാൻ നീ ശക്തി നൽകുവാനാണ് സ്തുതിക്കുന്നത്. അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേട്ടുവല്ലേ കർത്താവേ. ദൈവമേ, ഞങ്ങൾ ജീവിതം പരാജയത്തിലേക്ക് കളയുന്നവരല്ല, ജയത്തിലേക്കും ജീവനിലേക്കും സമർത്ഥമായ ജീവനിലേക്ക് കൊണ്ടുപോകാൻ
ഈ സന്ധ്യയിൽ നിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള ദേശത്തും ചുറ്റുപാടുള്ളവരും ഞങ്ങൾ കടന്നു വന്ന എല്ലാ ദേശങ്ങളിലും കണ്ടവരും കേട്ടവരും എല്ലാവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഏതോ ഒരു രസമുള്ള പരിപാടിയായിട്ട് ആരും തിരിച്ചു പോകരുത്. എന്തെങ്കിലും ചിന്തിക്കാതെ ആരുടെങ്കിലും കർത്താവേയും ആ കാരുണ്യവും സ്നേഹവും കാണാതെ പോയി നിന്നെ തേടി വരാനുള്ള നിൻ്റെ വലിയ സ്നേഹവുമാണ് ഇതിൻ്റെ പുറകിൽ ഉള്ളതെന്ന് ഓർത്ത് കൂടുതൽ പ്രവർത്തിപ്പാണ് കൃപ ഞങ്ങൾക്ക് തരണമേ. ഈ ഇടവയ്ക്ക് വേണ്ടി സ്തോത്രം കർത്താവെ, പ്രിയ വൈദികർക്ക് വേണ്ടിയും ഇടവയ്ക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി സ്തോത്രം. അതിലൊക്കെ ഉപരിയായിട്ട് നിൻ്റെ വലിയ കൃപ കർത്താവെ, വലിയ മഴയുടെയൊക്കെയും വലിയ മുന്നറിയിപ്പുണ്ടായിരുന്നു. പ്രകൃതിയൊക്കെ അനുകൂലമാക്കി, എല്ലാം അനുകൂലമാക്കി. കർത്താവ് ദൂരത്തു നിന്ന് വന്ന ഡേവിഡ് പാസ്റ്റർ അദ്ദേഹത്തെയും പ്രത്യേകം അവർക്ക് നടത്താം, അതിനെല്ലാം മുന്നേ നേരത്തെ കൊടുത്തില്ല. ഇവിടെ നിന്ന് കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇതിനുവേണ്ടി ധീരരായിട്ട് നിൽക്കുന്ന ഒരു തലമുറ വളർത്തിയെടുക്കുവാനാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവമായ കർത്താവെ, ആ കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയും എല്ലാവരെയും ശക്തീകരിക്കണേ പ്രാർത്ഥിക്കുന്നു. ഇവരിന്ന് വെച്ച ഓരോ ചുവടുകളും നിനക്ക് വേണ്ടിയുള്ള ഒരു ചുവട് മുമ്പോട്ടായിരുന്നു കർത്താവെ. ഇതിനു വേണ്ടി ഓരോ സന്ദർഭവും കർത്താവെ, ആയിരങ്ങളെ രക്ഷപ്പെടുത്തുവാനുള്ള നിൻ്റെ ആഗ്രഹത്തിൻ്റെ കീഴിലാകുന്നു. അതിനിവിടെയും ചുറ്റുപാടുമൊക്കെ നീ അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ കർത്താവെ. എല്ലാവരെയും മുതിർന്നവരെല്ലാവർക്കണമേ, മുതിർന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. ഞങ്ങളുടെ തലമുറകൾ കർത്താവെ വേദനിച്ച് പോകുമ്പോൾ ചിന്തയില്ലാത്തവരായിരിക്കേണ്ട ആക്കരുത്. ഞങ്ങളുടെ സമൂഹം കർത്താവെ ഇന്ന് ഇതിനെ അഗണ്യമായിട്ട് വിചാരിക്കുന്നു കർത്താവ്. ഇതിനെക്കുറിച്ച് ചിന്തയില്ലാത്തവരായി ഒരു സമൂഹമായിട്ട് ഈ സമൂഹത്തെ നശിപ്പിക്കുന്നവരായി തകർക്കുന്നവരായി തീരാതെ കർത്താവെ, ഞങ്ങളതിന് കൂട്ടുനിൽക്കുന്നവരായി തീരാതെ ദൈവമേ തിരിച്ചു ചിന്തിക്കുവാനും നേടുവാനുള്ള കൃപ തരണമേ. ഞങ്ങൾക്ക് വേണ്ടി വന്ദിരായ വയോധികനായ ദീപനപ്പച്ചനോട് സ്തുതിക്കുന്ന കർത്താവെ, അദ്ദേഹം ഈ സമയത്ത് വന്ന് തൻ്റെ അനുഭവത്തിലൂടെയാണല്ലോ കർത്താവ് പറഞ്ഞത്. ഒരു തിരിച്ചിൽ എത്ര വലിയൊരു വ്യതിയാനമാണ് വരുത്തിയത്. ഇന്ന് അനേകരും ഇതിലേക്ക് ഉയർന്നു വരുവാനിടയാക്കണമേ. ജോർജിക്ക് വേണ്ടി പ്രത്യേകം സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവൻ്റെ ജീവിതത്തിന് വേണ്ടി സമർപ്പിച്ചു പോയല്ലോ നീ അവനെ നടത്തുന്ന എല്ലാവർക്കും. അതുപോലെ ആരൊക്കെ നിനക്ക് വേണ്ടി നിൽക്കുന്നു അവരെ എല്ലാവരും ഉയർത്തുന്ന ഒരു ദൈവം ഇവിടെ ഉള്ളതുകൊണ്ട് സ്തോത്രം. മഹത്വം കൊടുക്കണമേ. മിശിഹായുടെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് ശക്തീകരിക്കട്ടെ. പിതാവ് പുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം ബലഹീനതയും കൊണ്ടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തൻ്റെ സിംഹാസനം കേട്ട് നമ്മുടെ സമൂഹത്തെ മദ്യവിമുക്തമാക്കി തീർക്കുവാൻ സഹായിക്കട്ടെ. ആമീൻ. ഈ നിലമാറാൻ ദുരിതം തീരാൻ മദ്യം പോയേ മതിയാവൂ. ഈ നിലമാറാൻ ദുരിതം തീരാൻ മദ്യം പോയേ മതിയാവൂ. മദ്യവിനാശ കടലിൽ നിന്നും നമ്മുടെ നാടിനെ രക്ഷിക്കാൻ, മദ്യവിനാശ കടലിൽ നിന്നും നമ്മുടെ നാടിനെ രക്ഷിക്കാൻ പോരിക പോരിക സഹചര നിങ്ങൾ, പോരിക പോരിക പടയണിയായി, പോരിക പോരിക സഹചര നിങ്ങൾ, പോരിക പോരിക പടയണിയായി പോരുക പടവാളേന്തുക, ചേരുക ചേരുക രണഭൂവിൽ.